നിങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? BJP TN പ്രതാപനെ ഭയക്കുകയാണ്, അതുകൊണ്ട് TN പ്രതാപനെതിരെ ഞങ്ങൾ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, TN പ്രതാപൻ മത്സരിക്കുന്നില്ലെന്ന് ഞങ്ങൾ തന്നെ പറയുന്നു. നിങ്ങൾ ഇന്നിപ്പോ ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് ഇനി മത്സരിക്കാനില്ല പ്രതാപൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. TN പ്രതാപൻ അദ്ദേഹത്തിന്റെ വായ കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഏഷ്യാനെറ്റിന്റെ അഭിമുഖമാണ്. രാവിലെ പ്രഭാത സവാരിക്കിടയിൽ വരുന്ന റിപ്പോർട്ടറോട് TN പ്രതാപൻ നേരിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് ജനങ്ങളെ കൂടുതൽ സേവിക്കാനും സഹായിക്കാനും അവരോട് സഹകരിക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു MLA ആയിരിക്കുമ്പോഴാണ്, ഒരു MP ആയിരിക്കുമ്പോൾ എനിക്ക് അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അടുത്ത വട്ടം ഇനി ലോക്സഭയിലേക്ക് പോകണം എന്ന് ആഗ്രഹമില്ല. ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരാനാണ്. പാർട്ടി അനുവദിക്കുമെങ്കിൽ എന്റെ പിൻഗാമിയെ ഞാൻ തന്നെ നിർദ്ദേശിക്കാം. എന്റെ മനസ്സിൽ നല്ലൊരാളുണ്ട്, പാർട്ടി അനുവദിക്കുമെങ്കിൽ ഞാനത് പറയാമെന്ന് TN പ്രതാപൻ തന്നെ ജനുവരി 10-ാം തീയതി 2023 പറയുന്ന വീഡിയോ അങ്ങേക്ക് കിട്ടും. 2023 മെയ് മാസം 10-ാം തീയതി KPCCയുടെ നേതൃയോഗത്തിൽ TN പ്രതാപൻ ഇത് ആവർത്തിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2023 സെപ്റ്റംബറിൽ ഇതേ വിഷയം TN പ്രതാപൻ ആവർത്തിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. TN പ്രതാപൻ എപ്പോഴാണ് തൃശ്ശൂരിലേക്ക് പ്രചരണത്തിന് വന്നത്? TN പ്രതാപൻ തൃശ്ശൂരിൽ പ്രചരണത്തിന് വന്നത് 2023 നവംബർ മാസത്തിലാണ്. ഡിസംബർ ആയപ്പോഴാണ് ഈ ഇലക്ഷൻ ഗിയറിലേക്ക് വന്നത്. ഈ 4.5 കൊല്ലവും അദ്ദേഹം ഈ കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് മത്സരിക്കാനില്ല എന്നുള്ള നിലപാടിലായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. കാരണം TN പ്രതാപനെ പോലെയുള്ള ആളുകൾക്ക് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ എന്തും നടന്നിരുന്ന ഒരു കാലം കഴിഞ്ഞുപോയി. 2014 UPA ഭരിച്ചിരുന്ന കാലം വരെ കേരളത്തിൽ നിന്നുള്ള MP ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ രാജാവായിരുന്നു. കാരണം പാർട്ടിക്ക് ഭരണമുള്ള സമയമാണ്, അവർക്ക് എല്ലാ അധികാരങ്ങളും എല്ലാ പത്രാസുകളും ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് അഹമ്മദ് കേന്ദ്രമന്ത്രിയാണ്. അന്ന് മലപ്പുറത്ത് നിന്ന് ഒരു മുസ്ലിം ലീഗുകാരൻ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സാധിക്കും? കാരണം അത്രയും വലിയ ഹൈ ലെവൽ കോണ്ടാക്ട്സ് ആണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇവർക്കൊന്നും ഡൽഹി പോയിട്ട് ഒന്നും ചെയ്യാനില്ല. ഒന്ന്, ഇവർക്ക് ഭാഷ അറിയില്ല. 2, ഇവർക്ക് പാർലമെന്റിൽ മികച്ച പെർഫോമൻസ് ഇല്ല. 3, അധികാരത്തിന്റെ ഇടനാഴികളുമായിട്ടൊന്നും ഇവർക്ക് യാതൊരു ബന്ധമില്ല. ഇവർ ആലോചിക്കുന്നത് നമ്മൾ എന്തിനാ ഹിന്ദി അറിയാണ്ട് ഭാഷ അറിയേണ്ടി ഈ തണുപ്പത്തിൽ ഡൽഹി പോയി കിടക്കുന്നത്? ഇതേ സമയത്ത് കേരളത്തിലെ ഒരു MLA ആണെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കാലോ എന്നാ. അതുകൊണ്ട് കോൺഗ്രസിലെ 6 MP-മാരാണ് ഞങ്ങൾ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത്. TN പ്രതാപൻ മാത്രമല്ല, K മുരളീധരൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ശശി തരൂർ ഇനി മത്സരിക്കാനില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ കേരളത്തിൽ എന്തെങ്കിലും സാധ്യതയുള്ള എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ ഇനി ഡൽഹിയിലേക്ക് ഇല്ല എന്ന് പറയുന്നു. പക്ഷെ പാർട്ടിയുടെ കമ്പൽഷൻ കൊണ്ട് നിങ്ങൾ അവരെയൊക്കെ മത്സരിക്കാൻ നിർബന്ധിതരാക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയണോ അവരെ ഞങ്ങൾക്ക് ഭയമാണെന്ന്. അവർ ഓൾറെഡി ഭയന്നിരിക്കുകയാണ്. ഭയം കൊണ്ട് ഞങ്ങൾ ഇനി മത്സരിക്കില്ലെന്ന് പറയുകയാണ്. TN പ്രതാപന്റെ തന്നെ 2019 മെയ് 15-ാം തീയതിയിലെ ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും റിപ്പോർട്ട് ചെയ്ത TN പ്രതാപൻ ഫിയർസ് എ ബാക്ക്ലാഷ് ഫ്രം സുരേഷ് ഗോപി എന്ന് പറയുന്ന വാർത്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോ BJPക്ക് ഇവിടെ യാതൊരു ഭയവുമില്ല. BJPക്ക് വേണ്ടിയിട്ടുള്ള കളം കഴിഞ്ഞ 5 വർഷം കൊണ്ട് TN പ്രതാപനും കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ കൂടി തന്നെ ഒരുക്കി തന്നിട്ടുണ്ട്. അവിടെ കരുവന്നൂരാണെങ്കിലും അതല്ലെങ്കിൽ TN പ്രതാപന്റെ അഭാവമാണെങ്കിലും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധമാണെങ്കിലും തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ നിങ്ങൾ നടത്തിയിട്ടുള്ള സംയുക്തമായിട്ടുള്ള ശ്രമമാണെങ്കിലും ഇതൊക്കെ കൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ പോലൊരു നേതാവിനെ തൃശ്ശൂർ ആഗ്രഹിക്കുന്നുണ്ട്. തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിക്ക് സ്വാഭാവികമായിട്ടുള്ള റെഡ് കാർപ്പറ്റ് വെൽക്കം ഉണ്ട്. അതിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രചരണോദ്ഘാടനം ശ്രീമാൻ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ കൂടി കൊണ്ടുപോയതിലൂടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJPക്ക് തൃശ്ശൂരിൽ ഇനി ആരെയും ഭയക്കാനില്ല. TN പ്രതാപൻ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കൊണ്ട് ഈ ചാണകവെള്ളം തെറിപ്പിക്കുക, യൂത്ത് കോൺഗ്രസ്സുകാരെ വിട്ട് പ്രധാനമന്ത്രി ആക്ഷേപിക്കുക, സുരേഷ് ഗോപിക്കെതിരെ ലജ്ജാകരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇത്തരം പരിപാടികൾ കൊണ്ട് അദ്ദേഹത്തിന്റെ നില കൂടുതൽ പരിങ്ങളിലാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി.